നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രളയനാണ്. പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നട്ട്സ് പ്രളയൻ തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഞാനൊന്ന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നിങ്ങൾ കേക്ക് ഉണ്ടാക്കണവർക്കൊക്കെ അറിയാം, നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് അല്ലെങ്കിൽ നട്ട്സ് കേക്കൊക്കെ ചെയ്യുമ്പോൾ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പ്രളയൻ എന്ന് പറയുന്നത്. അത് നട്ട്സും ഷുഗറുമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പോളം നട്ട്സാണ്. ഇത് 1 കപ്പ് എടുത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സാണ്. 1 കപ്പ് 3/4 കപ്പ്. അപ്പം ഞാനിവിടെ ഒരു 3/4 കപ്പ് നട്ട്സ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് അതൊന്ന് ഫ്രൈ ആവാൻ, എളുപ്പത്തിൽ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കല്ല, നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കണില്ല. ഒന്ന് ചെറിയ ചോപ്പ് ചെയ്ത് കഷ്ണങ്ങളാക്കിയത് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങളുടെ ചട്ടിയുടെ ചൂടനുസരിച്ചിട്ട് വേണം ഇത് ചൂടാക്കാൻ വേണ്ടി. ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറണം, അത്രയും മതി കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത് വരുമ്പോൾ ഇത് നല്ല ഹാർഡായിട്ടിരിക്കും. എല്ലാവരും ചെയ്യുമ്പോൾ പ്രളയന ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചൂടാക്കാറില്ല. ചൂടാക്കണവരുണ്ടാവാം, പക്ഷെ ചൂടാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് വരിക. ഇനി ചൂടാക്കിയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യല്ല വേണ്ടത്, ഇതിനി ഒന്ന് ആറാൻ വെക്കാം നമുക്ക്. നമ്മൾ കാഷ്യൂ ഇവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്ന് ആറട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര കേട്ടോ. 1 കപ്പ് വേണമെങ്കിൽ 3/4 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 1 കപ്പ് എടുത്താലും നല്ല ഷുഗറിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ, ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ 1 കപ്പ് ഷുഗർ എടുക്കാം. അത് ഒരു പാനിൽ എടുത്തിട്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നല്ലത്, ഒരു മീഡിയം ഫ്ലെയിം വെക്കാം. തീരെ ഫ്ലെയിം കുറയ്ക്കേണ്ട. ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഓക്കെ, ഇതെന്നിട്ട് വെച്ചിട്ട് ഇളക്കുക ഒന്നും വേണ്ട. ഇതിങ്ങനെ താനെ ഇതിനൊന്ന് സൈഡൊക്കെ ഒന്ന് മെൽട്ടായി വരട്ടെ കേട്ടോ. ഭയങ്കര ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിം, അത് മറക്കരുത്. കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ ഷുഗർ കാരമലൈസായി വരും. ഓക്കെ, ഷുഗർ ഇതിന്ന് കാരമലൈസ് ആവട്ടെ. ഈ സമയം നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ എങ്ങനെ ആയാലും മതി. അതിലിത് കണ്ടോ, ഞാൻ കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി മെൽട്ടായി കഴിയുമ്പോൾ കാഷ്യൂ ഇതിലിട്ട് ചേർത്തിട്ട് നമ്മൾ ഇതിലോട്ട് പോർ ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചൊന്ന് ബട്ടർ തടവി വെക്കാം. ഓക്കെ, ബട്ടർ തടവി ഇതിവിടെ ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ കിച്ചൺ സ്ലാബ് ഉണ്ടല്ലോ, ഈ കിച്ചൺ സ്ലാബ് കുറച്ച് നീറ്റാക്കിയിട്ട് അതിൽ ബട്ടർ തൂക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കണ്ടോ ഷുഗർ മെൽട്ടായി വരണുണ്ട്. പക്ഷെ നിങ്ങളിത് സ്പൂണ് കൊണ്ടൊന്നും ഇപ്പം തൊടണ്ട, നന്നായിട്ട് മെൽട്ടായിക്കോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ തൊടരുത് കേട്ടോ. കണ്ടത് ഇത്തിരി എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഇത്തിരി ചൂടുകട്ടിയുള്ള പാത്രം, അതുപോലെ നമുക്കിങ്ങനെ കൈ പിടിക്കാൻ പാകത്തിനുള്ള ഒരു ബൗള് അല്ലെങ്കിൽ ഒരു വെസൽ എടുക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതാ ഇത് കണ്ടോ, നോക്കി ഇത് മെൽട്ടായി വരണുണ്ട്. ഒന്നുകൂടെ ഇതായി വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫ്ലെയിം നന്നായിട്ട് താത്തി കൊടുക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഷുഗർ കാരമലൈസായി തുടങ്ങി. ലേശവും കൂടി പഞ്ചസാര മെൽട്ടാവാനുണ്ട് കണ്ടോ. ഓക്കെ, ഇതാ നമുക്കൊരു ഹണിയുടെ പോലെ കൺസിസ്റ്റൻസി വരണം എന്ന് വെച്ചിട്ട് പിന്നെയും നമ്മൾ ഇത് കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കരുത്. നോക്കി ഇപ്പോൾ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരാം. അതിന് ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മളുടെ കേക്കിന്. നമ്മളിതിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. ചിലവർ ഓയിലൊക്കെ തേക്കും. ഓയിൽ തേക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ടേസ്റ്റ് എപ്പോഴും എന്തിനായിരിക്കുള്ളൂ, ബട്ടറിനെ ആയിരിക്കുള്ളൂ. ഇതാ നമ്മൾ ബട്ടർ മെൽട്ടായി.
ഈ സമയത്ത് നമുക്ക് ഈ കാഷ്യൂ ഇതിലോട്ടിടാം. നമ്മൾ കാഷ്യൂ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം, പ്ലേറ്റിലേക്ക് ഒഴിക്കണം. അപ്പം നല്ല ചൂടോടുകൂടി ഒഴിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റൊക്കെ പൊട്ടിപ്പോവും. എല്ലാവരും ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി നിങ്ങൾ. ഞാനിതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് വൈറ്റ് പ്ലേറ്റ് എടുത്തു എന്നുള്ളൂ. സ്റ്റീലിൽ ചെയ്താൽ മതി കേട്ടോ. സ്റ്റീലിൻ്റെ മൂടിയോ അലൂമിനിയത്തിൻ്റെ മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ചൂടോടെ ഒഴിക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് സ്റ്റീലിൽ ചെയ്യുമ്പോൾ, സോറി സെറാമിക്കിൽ ചെയ്യുമ്പോൾ. ഇതാ കണ്ടോ, നന്നായിട്ട് കോട്ടായിട്ടുണ്ട് കാഷ്യൂ ഒക്കെ. ഇനി നമുക്ക് ഈ ചില്ലിൻ്റെ ബൗളിലേക്ക് നമുക്കിത് ഒഴിക്കണം. ഇനി പരത്തി ഒഴിച്ചു കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് ആറുകയും ചെയ്യും. നമുക്കിത് ചതച്ച് എടുക്കാനും എളുപ്പം. ഇതിപ്പോൾ പലവരും ചോദിക്കും ഇത് 1 കിലോ കേക്കിൻ്റെ അളവാണോ എന്ന്. നിങ്ങൾ ചേർക്കണ അളവിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞ് ഇത് 1 കിലോ കേക്കിന് ഞാൻ എടുക്കണത് ഇത് 1 കിലോ കേക്കിനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സൈഡിലൊക്കെ ക്രംസ് ഇടുന്നുണ്ട്. മീൻസ് ഈ പ്രളയൻ ഞാൻ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ സൈഡിലൊന്നും ഇടണില്ല, ലെയറിങ്ങിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 3 കേക്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരിക്കട്ടെ, സ്വതസിദ്ധമായിട്ട് ഇത് ഇരുന്ന് തണുക്കണം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഹാർഡായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാൻ പറയണ്ടല്ലോ. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഹോം മെയ്ഡ് പ്രളയനും, നിങ്ങൾ പ്രളയം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ബട്ടർ സ്കോച്ച് ബോൾസ് എന്നും പറഞ്ഞിട്ടാണ് വാങ്ങിക്കാൻ കിട്ടണത്. പക്ഷെ അത് ഇതുമായിട്ട് ടേസ്റ്റ് വൈസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പറയുന്ന കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഡാർക്ക് ആവാണ്ട് നോക്കാം. പഞ്ചസാര ഷുഗർ വല്ലാണ്ട് ക്യാരമലൈസ് ആയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. ഈ ഒരു കളർ ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ കഴിച്ച് നോക്കുക കയ്പ്പ് രസം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഷുഗറിൻ്റെ ക്യാരമലൈസേഷൻ പെട്ടെന്ന് മാറും. ഓക്കെ, ആദ്യം സംഭവിക്കുന്നത് മെൽറ്റിംഗ് ആണ്, പിന്നെയാണ് കളറിങ്, മീൻസ് കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പിന്നെ ഡാർക്കാവും. ഡാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കയ്പ്പ് രസം വരും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാനിത് പീസസ് ആക്കിയിട്ടുണ്ട്. മീൻസ് ഇത് അടർത്തിയിട്ട് ചെറിയ പീസസ് ആക്കി കല്ലിൽ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്താണ്. മീൻസ് അത് നമുക്ക് പൊടിച്ചെടുക്കാൻ ചിലർ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചാൽ മതിയാന്ന് എന്നോട് ചോദിക്കും. പക്ഷെ ഞാൻ മിക്സി വെച്ചിട്ട് ചെയ്യാറില്ല. ഞാൻ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ കുറേശ്ശെടുത്ത് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പൊട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതാ കല്ലിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടൂല. ക്രഞ്ചി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കണ്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ബൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ ഞാൻ എല്ലാം പൊടിച്ചെടുക്കട്ടെ. അപ്പം നമ്മളുടെ പ്രളയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഹണി നട്ട് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രളയൻ ഇങ്ങനെ തയ്യാറാക്കിയത്. ഇപ്പോൾ ബട്ടർ സ്കോച്ചാണ് ചെയ്യണതെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം, കുറച്ചുകൂടെ ഡാർക്ക് കളർ ഇതിന് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹണിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇത്രയും കാരമലൈസ് ചെയ്തത് കേട്ടോ. നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് ഭയങ്കര ഡാർക്ക് മെറൂൺ കളറൊക്കെ ആവാൻ വേണ്ടി നിൽക്കരുത്. പഞ്ചസാരക്കൊരു കയ്പ്പ് രസം വരും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി പേര് പറയണ ഒരു കാര്യമാണ് എങ്ങനെയാണ് പ്രളയം ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത്. എന്നോട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ക്ലാസ്സൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ, ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച് തരാനുള്ള സമയം നമുക്ക് ഉണ്ടാവാറില്ല. ഒരു പ്രാവശ്യം ചിലപ്പോൾ ചെയ്യണമ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്ത് എടുക്കുക. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. കയ്പ്പ് രസം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കേക്കിൽ ചേർത്താൽ മതി. ഓക്കെ.